ഉപതെരഞ്ഞെടുപ്പ് ഫലം കാത്ത് പ്രതീക്ഷയോടെ മുന്നണികൾ. പാലക്കാട് മികച്ച വിജയം നേടുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF. ഭരണവിരുദ്ധ വികാരവും ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണവും UDFന് അനുകൂല ഘടകങ്ങളായെന്ന് നേതൃത്വം വിലയിരുത്തുന്നു. ഭൂരിപക്ഷം 5000-ൽ കുറയില്ലെന്നാണ് LDFന്റെ അവകാശവാദം. UDF വോട്ടുകളും BJPക്ക് ലഭിച്ചെന്ന വിലയിരുത്തലിൽ BJP നേതൃത്വം. ആദ്യം നേതാക്കളുടെ പ്രതികരണത്തിലേക്ക് പോകാം. പ്രാഥമികമായിട്ടുള്ള കണക്കുന്ന പാലക്കാട് നഗരസഭാ പരിധിയിൽ 8000 മുതൽ 10000 വോട്ട് വരെ ലീഡ് ലഭിക്കുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ തയ്യാറാക്കിയ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ 85 to 90% ഞങ്ങൾക്ക് കിട്ടാവുന്ന കുറച്ച വോട്ടുകൾ ഞങ്ങളുടെ പോൾ ചെയ്യപ്പെടുന്നത്. അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പാലക്കാട് മുനിസിപ്പാലിറ്റിയിലും അതുപോലെ തന്നെ പ്രായരി പഞ്ചായത്തിലെ മൈനോറിറ്റി ഏരിയകളിൽ വലിയ വാശിയോട് കൂടിയിട്ടുള്ള ഒരു പോളിംഗ് നടന്നിട്ടില്ല. അല്ലെങ്കിൽ അവർ പോൾ ചെയ്യിപ്പിക്കാൻ UDFന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ശ്രമം നടന്നിട്ടില്ല. പോൾ ചെയ്ത വോട്ടുകൾ തന്നെ ഒരു പെർസെൻറ്റേജ് വോട്ടുകൾ LDFലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും, മൈനോറിറ്റി വോട്ടുകൾ എന്നുള്ളതുണ്ട്. കാരണം സന്ദീപിൻ്റെ അവസാന 3-4 ദിവസങ്ങളിലെ സന്ദീപിൻ്റെ രംഗപ്രവേശനം UDFന് ദോഷം ചെയ്തിട്ടുണ്ട്. UDFന് ഗുണകരമായിട്ട് പോയിട്ടുള്ള ഒരു ഷിഫ്റ്റിംഗ് ഉണ്ടല്ലോ, ആ ഷിഫ്റ്റിംഗ് ഇത്തവണ നടന്നിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. UDFന് ഒരു അടിയൊഴുക്ക് ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ വലിപ്പം ഫലം വരുന്ന സമയത്ത് നമുക്കറിയാം. പോളിംഗ് ശതമാനത്തിൽ കുറവ് വന്നിട്ടുണ്ട്. പക്ഷേ അത് UDFന്റെ വിജയത്തിന് ഒരു കാരണവശാലും ബാധിക്കില്ല. UDFന് കിട്ടേണ്ട വോട്ട് ബാങ്കുകളിലൊന്നും വിള്ളലുണ്ടായതായി കാണുന്നില്ല. അതുകൊണ്ട് തന്നെ പാലക്കാട് വിജയപ്രതീക്ഷ 100% UDFനുണ്ട്. അല്ല, എന്താണെങ്കിലും പാർട്ടിയിൽ ഒരു സംഘർഷം ആരും പ്രതീക്ഷിക്കേണ്ട. മറ്റൊന്നുമല്ല, ഇനി വരുന്നത് ലോക്കൽ ബോഡി ഇലക്ഷനാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ തെറ്റ് തിരുത്തി വന്ന സ്ഥിതിക്ക് ഇനി അദ്ദേഹത്തിന് ഒരിക്കലും ഒരു രണ്ടാം തരം പൗരനായിട്ട് ഞങ്ങൾ കാണില്ല. 1,50,000-ഓളം വോട്ടുകൾ പോൾ ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇരുന്ന ആളാണ് ഞാൻ. അത് ഒരുപക്ഷെ ആളുകൾ കൂട്ടത്തോടെ വന്ന് വോട്ട് ചെയ്യുമെന്നുള്ള നമ്മുടെ ഒരു വിലയിരുത്തലായിരുന്നു. അതിലേക്ക് ഇത് ഉയർന്നില്ല എന്നുള്ളതിൽ ഒരു ചെറിയ നിരാശയുണ്ട്. വരാത്ത വോട്ടുകൾ മുഴുവൻ മുൻപ് വന്നിരുന്ന ശീലങ്ങളിൽ നിന്നുള്ള വായനയിലൂടെ പോകുമ്പോൾ UDFന് അനുകൂലമാകേണ്ടതോ BJPക്ക് അനുകൂലമാകേണ്ടതോ ആണ്. അതായത് 7000 വോട്ട് കുറഞ്ഞു എന്നുള്ളത് ഒരു തരത്തിലും LDFനെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്ന് വോട്ട് ചെയ്തവരുടെ പേരുകൾ വെച്ചും വോട്ട് ചെയ്യാൻ വരാത്തവരുടെ ആളുകളുടെ രാഷ്ട്രീയ ചായ്വ് നോക്കിയും ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ബോധ്യം വന്നു. അതുകൊണ്ട് 60,000-നും 62,000-നും ഇടയ്ക്കുള്ള വോട്ടുകൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി ഓരോരുത്തരായി ചെയ്തിട്ടുള്ള ഇലക്ഷനാണ് ഈ ഇലക്ഷൻ. നമുക്കൊപ്പം UDF ക്യാമ്പിൽ നിന്നും LDF ക്യാമ്പിൽ നിന്നും NDA ക്യാമ്പിൽ നിന്നും നമ്മുടെ പ്രതിനിധികൾ കൂടി ചേരുന്നുണ്ട്. അല്ലമീൻ ചേരുന്നു UDF ക്യാമ്പിൽ നിന്നും. LDFന്റെ നീക്കങ്ങൾ കൃത്യമായും പ്രേക്ഷകരിലേക്ക് എത്തിച്ച സാനിയ മനോമിയും ഒപ്പമുണ്ട്. BJP ക്യാമ്പിലെ നീക്കങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ച ദീപക് മലയമ്മയും പ്രേക്ഷകർക്കൊപ്പം ചേരും. ആദ്യം ഞാൻ അല്ലമീനിലേക്ക് പോകുന്നു. അല്ലമീൻ, ഞാൻ NDA സ്ഥാനാർത്ഥിയോടും LDF സ്ഥാനാർത്ഥിയോടും നമ്മൾ സംസാരിക്കുമ്പോൾ അവർ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. അവർ രണ്ടുപേരും ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം UDFൽ നിന്ന് കാര്യമായ ഒഴുക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളതൊന്ന്. രണ്ട്, UDFലെ പ്രാദേശികമായ നേതൃത്വവും ജനപ്രതിനിധികളും കാര്യമായ വോട്ടർമാരെ ബൂത്തിലെത്തിക്കുന്നതിന് LDFോ NDO ശ്രമിച്ചതുപോലെയുള്ള ഒരു ശ്രമം നടത്തിയിട്ടില്ലെന്നും അതാണ് UDFന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പിരായിരിയിലുമൊക്കെ വോട്ട് കുറയാനുള്ള കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. മുനിസിപ്പാലിറ്റിയിൽ വോട്ട് ഉയർന്നിരിക്കുന്നത് തങ്ങൾക്ക് അവിടെ പരമാവധി ബൂത്തുകളിൽ വോട്ടർമാരെ എത്തിക്കാൻ സാധിച്ചു എന്ന ആത്മവിശ്വാസമാണെന്ന് NDAയും LDFും പറയുന്നു. അല്ലമീൻ, അങ്ങനെയാണെങ്കിൽ UDF ഇതുവരെയും കൃത്യമായ ഒരു കണക്ക് മാധ്യമങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടില്ല. ഈ NDAയോ LDFോ പറഞ്ഞതുപോലെ പറഞ്ഞിട്ട് എനിക്കൊന്ന് 1 മണിക്കൂറിനുള്ളിൽ ഷാഫി പറമ്പിൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ആ സമയത്ത് അത് വിശദീകരിക്കുമെന്നാണ്. ഈ ഒരു വലിയ ആക്ഷേപം നിലവിലിരിക്കുന്നുണ്ട്. UDFന്റെ വോട്ടുകളിൽ വിള്ളൽ വീണിട്ടുണ്ട് എന്ന NDAയുടെയും LDFന്റെയും ആത്മവിശ്വാസം എത്രത്തോളം ശരിയാണ് അല്ലമീൻ? അരുൺകുമാർ, നമ്മൾ ഇവരുമായി സംസാരിച്ചിട്ടുണ്ട്. UDF നേതൃത്വവുമായൊക്കെ സംസാരിച്ചു. ഇവർ 9 മണിക്കാണ് ആദ്യം മാധ്യമങ്ങളെ കാണാൻ തീരുമാനിച്ചിരുന്നത്. പിന്നീട് ഒരു പാർട്ടി പ്രവർത്തകൻ ഇന്നലെ വോട്ട് കഴിഞ്ഞ് വരുന്നതിനിടയിൽ കുഴഞ്ഞു വീണ് മരിച്ചു. ഇന്നിപ്പോൾ മരണാനന്തര ചടങ്ങുകളും കബറടക്ക ചടങ്ങൊക്കെ ഉള്ളതുകൊണ്ട് 11 മണിയിലേക്ക് വാർത്താ സമ്മേളനം മാറ്റിയിരിക്കുകയാണ്. നേതാക്കളുമായി സംസാരിക്കുമ്പോൾ ഇന്നലെ അവർ ഈ ബൂത്ത് തലത്തിലുള്ള കണക്കുകളെല്ലാം വിശദമായി തന്നെ പരിശോധിച്ചിരുന്നു. ഇന്നലെ രാത്രി വൈകുവോളം ആ കണക്കുകൾ വിശകലനം ചെയ്താണ് നേതൃത്വം മടങ്ങിയത്. അവർ പറയുന്നത് ഒരു ചുരുങ്ങിയത് 55,000 വോട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിക്കും എന്നുള്ളതാണ് അവരുടെ ഒരു കണക്ക് കൂട്ടൽ. അതോടൊപ്പം തന്നെ ഒരു 47,000 വോട്ടുകൾ വരെ BJP പിടിച്ചേക്കാം, 35,000 വോട്ടുകൾ വരെ സരിനും പിടിച്ചേക്കാം, LDF പിടിച്ചേക്കാം എന്നുള്ളതാണ് അവരുടെ ഒരു കണക്ക് കൂട്ടൽ. ഏതായാലും ഒരു 7,000-8,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരാനാകും. എത്ര ചുരുങ്ങി പിടിച്ചാലും അല്ലെങ്കിൽ എത്ര പ്രതികൂല സാഹചര്യങ്ങൾ മുൻനിർത്തി കണക്ക് കൂട്ടിയാലും ഒരു 7,000-8,000 വോട്ടുകൾ വരെ വിജയിക്കാമെന്നുള്ളത് അവർ ഉറപ്പിക്കുകയാണ്. പക്ഷേ അവർ പറയുന്നത് 10,000-ന് മുകളിലുള്ള ഭൂരിപക്ഷം ലഭിക്കുമെന്നുള്ള ആത്മവിശ്വാസം അവർക്കുണ്ട്. പക്ഷേ ഈ പ്രതികൂല
പ്രതികൂല ഘടകങ്ങൾ പലത് വെച്ച് കൂട്ടിയാലും ഈ രീതിയിലൊരു ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരാനാകുമെന്നുള്ള ഒരു തികഞ്ഞ ആത്മവിശ്വാസം തന്നെയാണ് UDF ക്യാമ്പ് പങ്കുവെക്കുന്നത്. എന്ന് മാത്രമല്ല അവരുടെ അവകാശവാദം ഈ പറഞ്ഞതുപോലെ അവരുടെ വോട്ടുകൾ, അതായത് UDFിൻ്റെ, കോൺഗ്രസിൻ്റെ, മുസ്ലിം ലീഗിൻ്റെ ഒക്കെ സ്ട്രോങ് ഹോൾഡ് ഏരിയകളിലുള്ള വോട്ടുകൾ കൃത്യമായി തന്നെ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാം കൃത്യമായി പോളിംഗ് ബൂത്തിൽ എത്തിക്കാനായിട്ടുണ്ട് എന്നുള്ളതും അവർ പറയുന്നുണ്ട്. ഒപ്പം ബൂത്ത് തലത്തിൽ നിന്നുള്ള കണക്കുകൾ നോക്കുമ്പോൾ അവരുടെ കേന്ദ്രങ്ങളിൽ, അവരുടെ ഇടങ്ങളിൽ അങ്ങനെ പോളിംഗ് കാര്യമായി കുറഞ്ഞതായി കാണുന്നില്ല എന്നുകൂടി അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇത് ബൂത്ത് തലത്തിൽ നിന്നുള്ള കണക്കുകളുടെയും അതുപോലെ തന്നെ അവർ നൽകിയ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള ഒരു അവലോകനവും ഒരു വിലയിരുത്തലുമാണ് ഞാൻ ഈ പങ്കുവെച്ചത്. അവർ നേരത്തെ നമ്മളോട് അനൗദ്യോഗികമായി സംസാരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുകൂടി UDF നേതൃത്വം ചൂണ്ടിക്കാണിക്കുകയാണ്. മറ്റൊന്ന്, UDFിനെതിരായിട്ട്, സ്ഥാനാർത്ഥിക്കെതിരായിട്ട്, കോൺഗ്രസിനെതിരായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള അന്തരീക്ഷം, ഒരു കാലാവസ്ഥ മണ്ഡലത്തിലില്ല. നേരെ മറിച്ച് BJPയിലായിരുന്നാലും CPMലായിരുന്നാലും പലതരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ഭരണവിരുദ്ധ വികാരമുണ്ട്. BJPക്കകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്. മണ്ഡലത്തിൽ സ്വന്തം ചിഹ്നം ഒഴിവാക്കി മത്സരിക്കുന്നത് മൂലം CPMലുണ്ടായിട്ടുള്ള പലർക്കും ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അത്തരം സാഹചര്യങ്ങൾ കൂടി ഞങ്ങൾക്ക് അനുകൂലമാകും എന്നുള്ളതാണ് UDFിൻ്റെ വിലയിരുത്തൽ. ഒപ്പം BJP കടന്നു വരുമെന്നുള്ളൊരു സാധ്യത നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം കൃത്യമായി UDFിന് അനുകൂലമായി വന്നിട്ടുണ്ട് എന്നുള്ള ഒരു, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ കൃത്യമായി UDFിൻ്റെ പെട്ടിയിലായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അവർ വിലയിരുത്തുന്നത്. ഒപ്പം ഈ പറഞ്ഞതുപോലെ കണ്ണാടി അടക്കം, മാത്തൂരിലടക്കം ഇടതുപക്ഷത്തിൻ്റെ കോട്ടകളിൽ നിന്നും പാലക്കാട് മുനിസിപ്പാലിറ്റി, BJP വലിയ പ്രതീക്ഷ പുലർത്തുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നിന്നും തങ്ങൾക്ക് അനുകൂലമായി ഒഴുക്കുണ്ടായിട്ടുണ്ട് എന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസവും കണക്കുകൂട്ടലുമൊക്കെയാണ് അവർക്കുള്ളത്. ഏതായിരുന്നാലും തികഞ്ഞ ആത്മവിശ്വാസം അവർക്കുണ്ട്, ആശങ്കയൊന്നുമില്ല. ഇനി അങ്ങനെ ആശങ്കകൾക്ക് വകയുണ്ടെങ്കിൽ തന്നെ തങ്ങൾ കൂട്ടിയ കണക്കിൽ നിന്ന് ഭൂരിപക്ഷത്തിന്റെ തോത് കുറയുമെന്നല്ലാതെ പരാജയപ്പെടുന്നൊരു സാഹചര്യം ഒരു കാരണവശാലും ഉണ്ടാകില്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ് അരുൺകുമാർ, UDF നേതൃത്വം. ഓക്കെ, ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പോളിംഗ് ശതമാനം ഉയർന്നു എന്ന് NDA പറയുന്നുണ്ട്, LDFും അത് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ UDF കേന്ദ്രങ്ങൾ അതാദ്യം സമ്മതിച്ചിരുന്നില്ല. പക്ഷേ UDF കേന്ദ്രങ്ങൾ ഇപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ വോട്ട് ഉയർന്നു തന്നെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അവരതിൽ എങ്ങനെയാണ് ഒരു വിശദീകരണം നൽകുക? കാര്യം അത് NDAയുടെ കോട്ടയാണല്ലോ മുനിസിപ്പാലിറ്റി. അവർ സൂചിപ്പിക്കുന്നത് ഇതേ കൃഷ്ണകുമാർ തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ആ കൃഷ്ണകുമാറിന് അത്ര ജനകീയതയും അത്ര സ്വീകാര്യതയും ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 6000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന NDA കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാർ മത്സരിക്കുമ്പോൾ അവർക്ക് അത്രയും സ്വാധീനമുണ്ടെന്ന് പറയുന്ന നഗരസഭയിൽ 490 സംതിങ് വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. എന്തുകൊണ്ട് അങ്ങനെ ചുരുങ്ങി എന്നൊരു ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. ഇത്തവണയും അങ്ങനെ സംഭവിക്കും, തങ്ങൾക്ക് അനുകൂലമായി തന്നെ അവിടെ നിന്നും ഒരു വോട്ടിൻ്റെ ഒഴുക്കുണ്ടാകുമെന്നുള്ളൊരു കണക്കുകൂട്ടലും ആത്മവിശ്വാസവും അവർക്കുണ്ട്. അങ്ങനെ കണക്ക് കൂടിയാലും കുറഞ്ഞാലും ഞങ്ങൾക്കതിൽ അപകടമുണ്ടാകില്ല, കാരണം ഞങ്ങളുടെ കൃത്യമായ വോട്ടുകൾ അത് പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നവർ ഉറപ്പിച്ച് പറയുന്നു. ഇനി അത്തരത്തിൽ വോട്ടിംഗ് പെർസെൻറ്റേജ് എവിടെയെങ്കിലുമൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വോട്ടുകൾ ആരിൽ നിന്നാണ് പോയത്, അത് ഇടത് ക്യാമ്പിൽ നിന്നാണോ BJP ക്യാമ്പിൽ നിന്നാണോ പോയത് എന്നത് മാത്രമാണ് കണ്ടറിയേണ്ടതുള്ളത്. ഞങ്ങളുടെ വോട്ടുകൾ കൃത്യമായി വന്നിട്ടുണ്ട്, പെട്ടിയിലാക്കാനായിട്ടുണ്ട് എന്ന് അവർ വിശദീകരിക്കുന്നു. എന്ന് മാത്രമല്ല, ഇന്നലെ രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ഈ പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞാൽ ഞങ്ങളുടെ ഭൂരിപക്ഷം കുത്തനെ കൂടുമെന്നുള്ളതായിരുന്നു. പോളിംഗ് പെർസെൻറ്റേജ് കൂടിക്കഴിഞ്ഞാൽ ഒരു കംഫർട്ടബിൾ മാർജിൻ ലഭിക്കും, പക്ഷേ ഭൂരിപക്ഷത്തിൻ്റെ തോത് കുറയുമെന്നുള്ളതാണ്. അതോടൊപ്പം അവർ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് അരുൺകുമാർ. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത്തവണത്തെ പോളിംഗ് പെർസെൻറ്റേജിൽ വലിയ കുറവുണ്ടാകും. പക്ഷേ കഴിഞ്ഞ ലോക്സഭ അന്ന് അത്തരത്തിൽ വലിയ പോളിംഗ് പെർസെൻറ്റേജ് ഉയർന്നു നിന്ന് 2021 ഷാഫി പറമ്പിലിൻ്റെ ഭൂരിപക്ഷം വളരെ കുറവായിരുന്നു, വലിയ കട്ടയ്ക്ക് മത്സരം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞു, 70%. ഇപ്പോഴത്തെ പോളിംഗ് പെർസെൻറ്റേജും ഏതാണ്ട് സമാനമായ രീതിയിലാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ VK ശ്രീകണ്ഠന് നല്ല ഭൂരിപക്ഷം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും സമാനമായ രീതിയായിരിക്കും. അതുകൊണ്ട് പോളിംഗ് പെർസെൻറ്റേജ് കുത്തനെ കൂടിക്കഴിഞ്ഞാൽ UDFിൻ്റെ ഭൂരിപക്ഷം കുറയും, പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞു കഴിഞ്ഞാൽ UDFിൻ്റെ ഭൂരിപക്ഷം കൂടും. അതാണ് ഒരു രീതി, കണ്ടുവരുന്ന രീതി അതാണ്. അതിപ്പോഴും ആവർത്തിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസമാണ് UDF ക്യാമ്പിനുള്ളത്.